കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ദേവതാലോകമാണ്. അവിടെ റാണി ദേവത മഞ്ജുവിന്റെ പ്രശ്നം കേട്ടതിനു ശേഷം അടുത്ത ദിവസം 2 ദേവതമാരെ വിളിക്കുന്നു. റാണി ദേവത ഈ ദേവതമാർക്കാണ് റാണി ദേവത മഞ്ജുവിനെയും മനുവിനെയും സംരക്ഷിക്കാനുള്ള ചുമതല നൽകിയത്. റാണി ദേവത അവരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് മധുവിൽ നിന്നും മനുവിനെയും മഞ്ജുവിനെയും സംരക്ഷിക്കാത്തതെന്ന് ചോദിക്കുന്നു. അവർ മധുവിൽ വല്ലാത്ത ഒരു മാറ്റം വന്നുവെന്നും അവനിൽ എന്തോ ദുഷ്ടശക്തിയുണ്ടെന്നും തങ്ങളുടെ ശക്തികൾ മധുവിൽ ഫലിക്കുന്നില്ലെന്നും അവൻ തങ്ങളെ പോലും ആക്രമിച്ചുവെന്നും പറയുന്നു. അവരോട് റാണി ദേവത പോയിക്കോളാൻ പറയുന്നു. തുടർന്ന് ദേവതമാരെല്ലാം ഉദ്യാനത്തിൽ റാണി ദേവതയോട് തങ്ങളുടെ പ്രശ്നം പറയാൻ വരുന്നു. എല്ലാവരും ഒരേ പ്രശ്നം തന്നെ പറയുന്നു. തങ്ങളുടെ ശക്തികൾ കുട്ടികളിൽ ഫലിക്കുന്നില്ല. റാണി ദേവത ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ദേവത വരുന്നു. പക്ഷേ ഇവർ ദേവതാ ലോകത്തുള്ള ഒരു ദേവത അല്ല.